അങ്ങനെ പാറ്റകളുടെ ഐതിഹാസിക സമരം വിജയിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് സംഭവിച്ചിരിക്കുന്നു. പല സംഘപരിവാർ BJP ചാനലുകളൊക്കെ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല, എന്തിന് രാജിവെക്കണം എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കേന്ദ്രത്തിന് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് എന്ന്. ഈ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പല BJP പ്രവർത്തകരെയും മുതിർന്ന സംഘപരിവാർ പ്രവർത്തകരെയൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. ഈ ഒരു സമരത്തെ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണും? ഈ രാജിയെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? ഈ രാജി യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു രാജി. അതിൻ്റെ ലക്ഷണം നമ്മൾ ഇന്നലെ ഈ മിനിയന്നാളുമൊക്കെ കണ്ടു. മോദി വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നു. ഇൻസ്റ്റഗ്രാം മുഴുവൻ അദ്ദേഹം കൈയടക്കി ചരിത്രത്തിൽ റെക്കോർഡ് നേടുന്ന തരത്തിൽ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടായി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സമരം ഏറ്റവും അനിവാര്യമായ ഒരു ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് നരേന്ദ്രമോദിയും അതുപോലെ BJPയുടെ ബൗദ്ധിക കേന്ദ്രങ്ങൾ, ബുദ്ധി കേന്ദ്രങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അവർ അതിനെ ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. മോഹൻ ഭഗവത് അതുപോലെ മുരളി മനോഹർ ജോഷിയൊക്കെ ഈ കുട്ടികൾക്കൊപ്പമായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം പുതിയ തലമുറ പറയുന്നത് കേൾക്കുക. മോദിയോട് തന്നെ ശൈലി മാറ്റാൻ അവരാവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സ്വകാര്യമായിട്ട്, പരസ്യമായിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് മോദി എന്ത് ചെയ്യുന്നത്, ഈ സമരം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മോദി സമരം ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ച മെസ്സേജ് ഈ ഇൻസ്റ്റഗ്രാമിൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെ പോകാൻ പോകണമെന്ന്. തീർച്ചയായിട്ടും പ്രധാൻ രാജിവെക്കും എന്ന് നമുക്ക് ഇന്നലെ തോന്നുകയും നമ്മളതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കുറേ മണ്ടന്മാരായിട്ടുള്ള BJPക്കാരുണ്ട് കേരളത്തിൽ. അവന്മാർ പറയണത് ഒരു കാലത്തും ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതല്ല, അവർ പറയുന്ന ഈ എന്താണ്, ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരെ ആക്ഷേപിക്കലായിട്ട് വരും. അതുകൊണ്ട് ആരുടെയും പേര് നമ്മൾ പറയുന്നില്ല. അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിദേശ അക്രമമാണ്, ഇത് രാജ്യദ്രോഹമാണ് എന്നാണ് ഈ പാവങ്ങൾ മണ്ടന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, അത് വിശ്വസിച്ച് നടക്കുന്ന വേറെ കുറെ മണ്ടന്മാരും. ഇവര് വിദേശചാരനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ എന്തിനാണ് നരേന്ദ്രമോദി സോനം വാങ്ചുങ്ങിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. വിദേശചാരനാണെങ്കിൽ എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം? അതെന്തെന്ന് വെച്ചാൽ BJP ഹാൻഡിലുകളെല്ലാം വാങ്ചുങ്ങിനെ ഒരു ചൈനീസ് ചാരനായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. ലഡാക്കിൽ അദ്ദേഹം നടത്തിയ സമരമാണ് പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അവിടുത്തെ വിഷയം സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ? ഏറ്റവും നിർണായകമായിട്ടുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രദേശമാണ് ലഡാക്ക്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ കൃത്യമായിട്ട് നോക്കിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരാവും, ഇന്ത്യക്കെതിരാവും. അവരെ ഇന്ത്യക്കെതിരാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ചുക് എന്ന സമരം നടത്തിയത്. പക്ഷേ BJP സർക്കാരിനെതിരെയാണ് സമരം. അതുകൊണ്ട് BJPക്കാരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇയാളെ ചൈനീസ് ചാരനായിട്ട് പ്രഖ്യാപിച്ച് അങ്ങനെയാണ് ഈ ഇന്നലെ വരെ നമ്മുടെ കേരളത്തിലെ എല്ലാ BJP ഹാൻഡിലുകളും അവരുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമൊക്കെ ചിത്രീകരിച്ചിരുന്നത്. അദ്ദേഹം സമരം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ വിദേശികളുടെ ഇൻട്രൂഷനാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്, രാജ്യദ്രോഹികൾ. അതുകൊണ്ട് ഈ സമരം അടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ അടിച്ചു പൊളിച്ചു. സത്യത്തിൽ BJP എന്തായത് ഈ സമരം അടിച്ച് ജയിപ്പിച്ചു എന്നുള്ളതാണ്. ആ ലാത്തി ചാർജ് ആണി വെച്ച ലാത്തി കൊണ്ട് പോലീസുകാരും അതേപോലെ തന്നെ പോലീസ് വേഷം ധരിച്ച പോലീസ് ഗുണ്ടകൾ ഈ വിദ്യാർത്ഥികളെ ജന്തർ മന്ദിറിൽ അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ സമരത്തിന് മൊമെൻ്റൊന്നും കിട്ടില്ലായിരുന്നു. അക്രമം വന്നവരോടുകൂടി യുവത, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുള്ളതാണ്. ആ നിലപാടിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമരമല്ല, കോൺഗ്രസ് സമരമല്ല, SFIയുടെ അതേപോലെ തന്നെ DYFIയുടെ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമരമൊന്നുമല്ല. കുട്ടികളുടെ ആവശ്യം 22 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയിൽ വലിയ തരത്തിൽ ചോർച്ച ഉണ്ടാവുകയും അത് അവരുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുകയും നിരവധി ഒരു ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അത് പക്ഷേ ടേക്കപ്പ് ചെയ്യാനായിട്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കഴിയാവുന്ന സമയത്താണ് കുട്ടികൾ നേരിട്ടിറങ്ങി അതിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് മോദി മനസ്സിലാക്കി, മോദി ഒപ്പം നിന്നു. അതിൻ്റെ കൂടി ഒരു വിജയമായിട്ടാണ് ഈ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഒപ്പം നിന്നതിൻ്റെ പേരിലെ ഈ സമരം വിജയിക്കുമ്പോൾ BJPക്ക് കൂടി അല്ലെങ്കിൽ മോദിക്ക് കൂടി ഒരു ചെറിയ അവകാശം എന്തിൽ നേടാം?
ഈ സമരത്തിൽ നേടാം. ആ ടാക്ടീസ് അവിടെ വേണമെങ്കിൽ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഐതിഹാസികമായിട്ടുള്ള യുവാക്കളുടെ പോരാട്ടമായിട്ട് ഇത് എഴുതി വെക്കും. ഇനി ഭരണകൂടം വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ 2014 മോദി അധികാരത്തിൽ വന്നത് ഈ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുവജനങ്ങളുടെ വോട്ടോട് കൂടിയിട്ടാണ്. അവർ വലിയ രീതിയിൽ BJPയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു അന്നത്തെ UPA സർക്കാരിനോട്, മൻമോഹൻ സിംഗിൻ്റെ ഒക്കെ ഭരണത്തിൽ. അപ്പോൾ അതേ ആള് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ സന്ദീപ് വാര്യറാണെന്ന് തോന്നുന്നു എനിക്ക് കോൺഗ്രസിലേക്ക് വന്ന. ഉത്തരേന്ത്യയിൽ ഒരു കാലത്ത് BJPക്ക് മൊത്തത്തിൽ വോട്ട് ചെയ്തിരുന്ന കുട്ടികളാണ് ഇപ്പം BJPക്കെതിരെ സമരത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം BJPയെ ഇഷ്ടപ്പെട്ട കുറേയധികം കുട്ടികൾക്ക് അവരോട് എതിർപ്പും തോന്നി അവർ സമരത്തിന് വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും BJPക്ക് സാധിക്കില്ല. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. അതായത് 2013 ആദ്യമായിട്ട് നീറ്റ് പരീക്ഷ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അതിനെതിരെ ശക്തമായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ വരികയും അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോയി. അങ്ങനെ കോടതി കയറി 14ഉം 15ഉം അത് നടപ്പിലാക്കാൻ പറ്റാതെ മോദി ഇരിക്കുന്ന 2016 ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. ആദ്യമായിട്ട് നീറ്റ് പരീക്ഷ നടപ്പിലാക്കപ്പെടുന്നത് 2016. പിന്നെ തുടർന്ന് 2026 10 കൊല്ലം. ഈ 10 കൊല്ലത്തിനിടയിൽ ആദ്യത്തെ ഒരു വർഷം ചിലപ്പോൾ ഇത് വലിയ തരത്തിൽ ടാമ്പറിങ് നടക്കാതെ പരീക്ഷയൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും. പിന്നീട് എന്താണെന്ന് വെച്ചാൽ കള്ളന്മാരൊക്കെ ഇതിനകത്ത് കയറിയിരുന്ന ഇത് അട്ടിമറിക്കാനായിട്ട് തുടങ്ങി. ഏറ്റവും ഭീകരമായിട്ടുള്ള അട്ടിമറി നടന്നത് ഈ വർഷമായിരുന്നു. അതിക്ക് മുമ്പും ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നിരുന്നു. കാരണം ഈ MBBS പഠനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ബിസിനസ്. ഒരു കുട്ടിക്ക് അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് വെച്ചാൽ പെർ ഇയർ 20 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ. കേരളത്തിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരെണ്ണമുള്ളൂ കേരളത്തിൽ, ഡീംഡ് മെഡിക്കൽ കോളേജ്, അത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവിടുത്തെ ഫീസ് ഒരു വർഷം 20 ലക്ഷം, 5 വർഷം ആ ഫീസ് അടച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപയാണ്. ഇവിടെ ഇങ്ങനെ പഠിക്കാൻ ചേരാൻ പോകുന്നൊരു കുട്ടിക്ക് ചോദ്യപേപ്പർ 15 ലക്ഷം രൂപ എടുത്ത് കിട്ടുമെന്നാണ് ഈ ഇത്തവണത്തെ അട്ടിമറിയിൽ നിന്ന് മനസ്സിലാക്കുക. 15 ലക്ഷം വരെ കൊടുത്തിട്ടുണ്ട് കുട്ടി. ഒരു കുട്ടിക്ക് 15 ലക്ഷം രൂപ എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, അയാൾ പരീക്ഷ എഴുതി, അയാൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ അയാൾക്കാകെ വരുന്ന ചിലവ് 5 ലക്ഷമോ 6 ലക്ഷമാണ്. മനസ്സിലായി? 15 ലക്ഷം കൈക്കൂലി കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്ത് 20 ലക്ഷത്തിന് ഇവനെന്ത് ചെയ്യാം? സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കാം. ബാക്കി 50 ലക്ഷം രൂപന് ലാഭമാണ് ശരിക്കും. അങ്ങനെ വലിയ കൊള്ള നടത്താനുള്ള സ്പേസ് ഇതിനകത്തുണ്ട് കണ്ടെത്തിയിട്ടാണ് ഈ ലോബി, പ്രത്യേകിച്ച് എൻട്രൻസ് ലോബി ഇതിൻ്റെ പിന്നാലെ കടന്നുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ അട്ടിമറിച്ചിരുന്നു. മാഷി പറഞ്ഞ പോലെ ചില മണ്ടൻ സംഖ്യകൾ ഇതിൽ തോറ്റുപോയി. അതെ, ചില മണ്ടൻ സംഖ്യകളെ ഇതിൽ തോറ്റുപോയി. മണ്ടൻ സംഖ്യകൾ തോറ്റു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ടൻ സംഖ്യകൾ മാത്രമല്ല, മണ്ടൻ മാക്രികൾ, മാർക്സിസ്റ്റ്, ഇവരൊക്കെ തോക്കണം. മണ്ടന്മാർ മുഴുവൻ തോക്കേണ്ടതൊരാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ സംവിധാനം വരുമ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നത് പുതുതായി പഠിക്കേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരിൽ ഒരുപാട് മണ്ടന്മാരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഒരുപാട് മണ്ടന്മാരുണ്ട്. അവർ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സ്പേസ് വിമർശനത്തിനുണ്ടെന്നുള്ളതാണ്. ക്രിട്ടിക്കലാവണം നിങ്ങളുടെ സർക്കാരാണെങ്കിൽ. നിങ്ങൾ കോൺഗ്രസ്സുകാരായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കാം. നിങ്ങൾ മാർക്സിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മാർക്സിസ്റ്റ് സർക്കാരിനെ വിമർശിക്കാം. നിങ്ങൾ BJPക്കാരനായിരിക്കുന്ന സമയത്ത് തന്നെ BJPക്കാരെ വിമർശിക്കാം. വിമർശനം എന്തിനാണ്? തെറ്റായ നടപടികളിലേക്ക്, തെറ്റായ പ്രവൃത്തിയിലേക്ക്, അഴിമതിയിലേക്ക് സർക്കാർ പോകുമ്പോൾ അതിനെതിരെയാണ് നിങ്ങൾ ചൂണ്ടുവിരൽ ഉയർത്തുന്നത്. അത് ഉയർത്താനായിട്ട് കഴിവില്ലാത്തവരാണ് ഈ മണ്ടന്മാരെന്ന് പറയുന്നത്. അവനാണ് എന്ത് ചെയ്യുന്നത്? ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വാദകങ്ങൾ. ഞാൻ ഈ ചാനലിലേക്ക് വന്നിരിക്കുന്ന വലിയ പ്രമാണികരായിട്ടുള്ള BJPയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ന്യായീകരിക്കുകയാണ് എന്തിനാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൃത്യമായിട്ട് അദ്ദേഹം രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത് ശ്രീജിത്ത് പണിക്കരാണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ചില ചാനലുകളടക്കം എവിടുന്നാണ് ഇവർക്ക് ഈ വാർത്ത കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല, കേന്ദ്രം അങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്നുള്ള വാർത്തയൊക്കെയാണ് കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അസന്നിഗ്ധമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഈ മാധ്യമങ്ങൾക്ക്, മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ല, വാർത്ത മാത്രമല്ല, അവനൊരു സെൻസില്ല, ഇത് മനസ്സിലാക്കണ്ടേ. കാരണം ഇന്നലെ നടന്ന സംഭവവികാസങ്ങളും മോദിയുടെ ട്വിസ്റ്റ് ചെയ്ത് ബുദ്ധിപരമായി ട്വിസ്റ്റ് ചെയ്തു. അതെ, ആ ബുദ്ധിപരമായിട്ടുള്ള ട്വിസ്റ്റ് കണ്ടാൽ ഇവനൊക്കെ ബോധം ഉണ്ടാവേണ്ടതാണ്. അവനത് ബോധം ഉണ്ടായില്ല.
അതുകൊണ്ട് തന്നെ ഇന്നലെ ഇരുന്ന് പറഞ്ഞ് ഈ സാധനം ഇയാൾ രാജിവെക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് രാജിവെക്കാരൻ രാജിയിലേക്കുള്ള വഴിയാണ് ഇന്നലെ ഒരുക്കപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും ഇന്നലെ രാജിയിലേക്കുള്ള വഴിയാണ് ഒരുക്കപ്പെട്ടത്. ഈ സമരത്തിന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത് അന്ധമായ മോദി വിരുദ്ധത മാത്രമായിരുന്നില്ല ഈ സമരം എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായിട്ട് CJP മുമ്പോട്ട് വെച്ച വളരെ കൃത്യമായിട്ട് ആർക്കും ഒഴിവാക്കി കളയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളുടെ വിജയം തന്നെയല്ലേ ഇത്? അതായത് ഇന്ത്യ ലോകത്തെ പോലും പഠിപ്പിച്ച ഒരു മെസ്സേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുത്താൽ, അത് മുന്നോട്ട് വെച്ചൊരു സമരം നടത്തിയാൽ ആ സമരം ജനങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സമരം വിജയിച്ചിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ വിജയിച്ച ഒരു സമരം നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇത് ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയമായിട്ട് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അത് ജനാധിപത്യത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയക്കുള്ള ഒരു സന്ദേശം കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും ജനാധിപത്യത്തിൽ പൗരനാണ്, ജനങ്ങൾക്കാണ്, പ്രത്യേകിച്ചും നമ്മുടെ വലിയൊരു യുവതലമുറയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഒരിക്കൽ കൂടി മനസ്സിലായിരിക്കുകയാണ്.